ജോസഫ് ബെനി, നിങ്ങളെ BJP തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ, മുതലെടുക്കുകയായിരുന്നോ? അതെ, തീർച്ചയായിട്ടും ഞങ്ങള് ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം മുനമ്പം സമരപ്പന്തലിൽ കേരളത്തിലെ എല്ലാ BJP നേതാക്കന്മാരും വരികയും ഈ നിയമനിർമ്മാണത്തിലൂടെ, ഈ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുകയും എന്തായാലും ഉറപ്പായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ മുനമ്പം തീരപ്രദേശത്തെ ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇനിയും ഞങ്ങൾ എത്ര കടമ്പകൾ കടക്കണം? ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ദീർഘമായ നീതിന്യായ പോരാട്ടം നടത്തേണ്ടി വരുമോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും അത് സാധിക്കുകയില്ല. കാരണം ഗവൺമെന്റ് അടിയന്തിരമായി ഇത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, കാരണം ഞങ്ങൾ ഈ ഭൂമി പണം കൊടുത്ത് വാങ്ങിച്ചതാണ്, അതിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ സമരങ്ങൾ നടത്തിയിരുന്നതും. മുനമ്പം തീരപ്രദേശത്തേക്ക് എല്ലാ BJP നേതാക്കന്മാർ വന്നപ്പോഴും ഞങ്ങള് കോൺഗ്രസുകാരെയും അതേപോലെ CPM-കാരെയും ഞങ്ങള് അവിടെ വരുന്നതിനോട് ശക്തമായ രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു, മുനമ്പത്തെ ഓരോ ജനങ്ങളും. ഈ നിയമ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി